ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അനുമ്പതും കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിന്റെയും കഥയിലേക്ക് പോകുമ്പോൾ മനു ചില സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. അങ്ങനെ മനു അതിനുശേഷം തിരിച്ചറിവുകൾ അല്ലെങ്കിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായും നമ്മൾ കാണാൻ പോകുന്നത്. അതിനിടയിൽ തന്നെ മനുവിന്റെ ഒരു വലിയൊരു സഹതാപത്തോട് അല്ലെങ്കിൽ മനു ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രായച്ചിത്തം പോലെ ബാലചന്ദ്രന്റെയും അലീനയും കൂടുതലായി സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ചില ഭാഗങ്ങൾ നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഇന്ന് എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു മനു ബാലചന്ദ്രനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. കാരണം തന്റെ മോളാണ്, തനിക്ക് വിവാഹത്തിന് മുമ്പുണ്ടായ മോളാണ് എന്ന് വാർത്ത കേട്ടപ്പം മുതൽ മനുവിന്റെ മനസ്സിൽ വലിയൊരു പകയുണ്ടാകുകയും വെറുപ്പുണ്ടാകുകയൊക്കെ ചെയ്തു. അങ്ങനെ ബാലചന്ദ്രനോട് പോയി സംസാരിക്കുന്നൊടുവിൽ ബാലചന്ദ്രൻ മനു വിശ്വസ്തനാണെന്ന് കണ്ടപ്പോൾ ചില സത്യങ്ങൾ ഈ സത്യങ്ങൾ തുറന്നു പറയുകയാണോ. അങ്ങനെ ആ സത്യം ഓരോന്നോരോന്നായി പറയോട്ടെ. ഈ സംഭവങ്ങൾ അലീനയുടെ നമ്മുടെ വൈജയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പറയുകയാണ്. വൈജ ഗംഗേട്ടന്റെ അടുക്കൽ പോവുകയും അവിടെ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാകുകയും അങ്ങനെ അവിടെ വെച്ച് ഗർഭിണിയായ വൈജയന്തിയെ തന്റെ അച്ഛനും അതുപോലെ ആങ്ങളമാരും എല്ലാം കൂടി കുഞ്ഞിനെ വേറെ ഓർഫണേജിലേക്ക് മാറ്റി ഒളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ മനുവിനോട് പറയാം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നിമിത്തം എന്ന പോലെ അലീന ആ ഓർഫണേജിൽ നമ്മൾ എത്തുകയും നിന്റെ മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം നീയും ഞാനും കൂടി എത്തുകയും അങ്ങനെ അലീനയെ കണ്ടെത്തുകയും ഈ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഗംഗേട്ടന്റെ അടുക്കൽ നിന്ന് ആണെന്നും സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മനു ഞടുങ്ങിപ്പോവുകയും അങ്ങനെ ഇതുവരെയും ചീത്ത വിളിച്ച നാവുകൾ കൊണ്ട് മനു ബാലചന്ദ്രന്റെ കാല് പിടിക്കുകയും അങ്ങനെ പൊട്ടിക്കരയൊക്കെ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനുശേഷം പെട്ടെന്ന് മനു അലീനയുടെ അടുക്കലേക്ക് പോകുന്നു കേട്ടോ. ഇത് കേട്ട സത്യം ശരിയാണോ ഇല്ലയോ എന്നറിയാൻ. അങ്ങനെ ആദ്യം അലീനയാണ് മനു കണ്ടത്. അതിനുശേഷമാണ് ബാലചന്ദ്രന്റെ അടുക്കൽ പോയത്. വീണ്ടും മടങ്ങി അലീനയുടെ അടുക്കൽ എത്തിയപ്പോൾ അലീനയെ ഒന്ന് ഭയക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ എന്തോ ഒരു സ്നേഹത്തോടു കൂടി അലീനയെ നോക്കുമ്പോൾ മനുവേട്ട എന്താ പറ്റി എന്നാ ഇങ്ങനെ നോക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നോട് പറഞ്ഞ കഥകൾ എല്ലാം പറയാണ്. അപ്പൊ ഏത് കഥയാണെന്ന് എന്ന് അലീനയ്ക്ക് അറിയത്തില്ലാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നീ എന്റെ ആന്റിയുടെ മോൾ വൈജി ആന്റിയുടെ മോളായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകട്ടോ. അപ്പൊ പെട്ടെന്ന് അലീന ഞെട്ടിപ്പോയി കേട്ടോ. മനുവേട്ടനും ഇത് അറിഞ്ഞോ മനു ഇത് അറിഞ്ഞോ എന്നോർത്ത് പെട്ടെന്ന് എന്തോ ഒരു വെപ്രാളമുണ്ടാകുകയും ഒടുവിൽ മനു തന്നെ എല്ലാ സത്യങ്ങളും അലീനയോട് പറയുകയാണ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നും ഒടുവിൽ മനു ഒരു എന്തോ ഒരു വലിയ വിഷമത്തോടു കൂടി പറയാണ്, ഈ കാര്യം എന്നോടല്ലായിരുന്നു അലീന നീ ആദ്യം പറയേണ്ടത്, ഞാൻ നിന്നെ ചേർത്ത് നിർത്തില്ലായിരുന്നു, ഞാൻ നിന്നെ സംരക്ഷിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുകയും അപ്പം മനുവിന്റെ മുൻപിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് അലീന കരയും കേട്ടോ. കാരണം മനുവിനോട് പറയാതെ മറച്ചു വെച്ചതിൽ മനുവിന് വിഷമമുണ്ടായെന്ന് അലീനയ്ക്ക് മനസ്സിലാകുക. അതിനുശേഷം കാണുന്ന അലീനയെ മനു തന്റെ മാറോട് ചേർത്ത് നിർത്തുകയും കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും കരയുന്ന ചില സന്തോഷം കൊണ്ട് സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു വലിയൊരു കണ്ണുനീരിന്റെ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം പൊട്ടിക്കരയുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ടത് വൈജിയുടെ സഹോദരനായ ശിവൻ ബാലചന്ദ്രൻ പറഞ്ഞ ആ നുണക്കഥ വൈജിയോട് പറയുകയും അങ്ങനെ ബാലചന്ദ്രന്റെ മോളാണ് അലീനയെന്നും നിനക്ക് മുൻപ് തന്നെ ബാലചന്ദ്രനോട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയും ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന വൈജയന്തിനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.